നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണല്ലോ, പാർട്ട് ബി മൊഡ്യൂൾ 1-ൽ ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ 2022 HSA മത്സര പരീക്ഷയിലും 2016 HSA മത്സര പരീക്ഷയിലും SCRT കണ്ടന്റിലും NCRT കണ്ടന്റുകളിലും എല്ലാം ഈ പറയുന്ന ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വസ്തുതകളുണ്ടോ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും വിജയാശംസകൾ നേരുന്നു. ആദ്യ റാങ്കിൽ നിങ്ങൾ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യം തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 2022 HSA മത്സര പരീക്ഷ HSA സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ, അപ്പൊ 2022 ഒരു ന്യൂജൻ ടൈപ്പ് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലലുമായി ബന്ധമുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇതൊരു ന്യൂജൻ ചോദ്യമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്, തെറ്റേത്, ബന്ധമുള്ളത് ഏത്, അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു ന്യൂജൻ ചോദ്യമാണ്. അപ്പൊ ആ ന്യൂജൻ ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ഇനി ഇതു മുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ മുതൽ പഠിച്ചു മാറ്റേണ്ടത്. ഓപ്ഷൻ എ, ചരിത്രം മനുഷ്യരെ ബുദ്ധിമാന്മാർ ആക്കുന്നു. ഓപ്ഷൻ ബി, ലോക ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ്. ഓപ്ഷൻ സി, ചരിത്രം വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംവാദമാണ്. ഓപ്ഷൻ ഡി, ചരിത്രം അവസാനിക്കാത്ത വർഗ സമരത്തിന്റെ കഥയാണ്. അങ്ങനെ 4 ഓപ്ഷനാണ് കേരള PSC കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അതായത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഈ 4ഉം ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചരിത്ര ചിന്തകന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണ്. അപ്പൊ അതിൽ തോമസ് കാർലലുമായി ബന്ധമുള്ളത് ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓപ്ഷൻ എ ആണെങ്കിൽ എ കമന്റ് ചെയ്യുക, ബി ആണെങ്കിൽ ബി കമന്റ് ചെയ്യുക, സി ആണെങ്കിൽ സി കമന്റ് ചെയ്യുക, ഡി ആണെങ്കിൽ ഡി കമന്റ് ചെയ്യുക. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് നമ്മൾ പറയും ഈ ക്ലാസ്സിന്റെ അവസാനം. ഇതൊരു ചോദ്യമാണല്ലോ, 2022 HSA സോഷ്യൽ സയൻസിന്റെ ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചോദ്യം, ഈ ന്യൂജൻ ചോദ്യത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് എന്തൊക്കെ വസ്തുതകളാണ് നമുക്ക് വേണ്ടത്? ഒന്ന്, ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ പറയും ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് കവർ ചെയ്യുമ്പം 3 പ്രധാനപ്പെട്ട ഏരിയ നമ്മൾ കവർ ചെയ്യണം. ഒന്ന്, ഈ ചരിത്രത്തെ പറ്റി അല്ലെങ്കിൽ ഈ ചരിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട ചിന്തകരുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവർ കുറച്ച് ഡെഫിനിഷൻ കാണും. അവർ ഈ പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്യും. അത് ഉറപ്പായും പഠിക്കണം. ഈ പറഞ്ഞേക്കുന്ന ചരിത്രകാരന്മാർ, ഈ പറയുന്ന ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുമ്പോൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളും അത് എഴുതിയത് ആരും എന്നൊരു മേഖലയുണ്ടല്ലോ, അത് നമ്മൾ പഠിക്കണം. മൂന്നാമത്തത്, ഈ പറയുന്ന ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ തന്നെ മറ്റു പല ടോപ്പിക്കുകളുണ്ട്. ഈ പറയുന്ന നമ്മൾ പറയും ഈ പറയുന്ന ആധുനിക ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കും, സയന്റിഫിക് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പഠിക്കും. അപ്പൊ അങ്ങനെ ശാസ്ത്രീയമായ ചരിത്രം, അപ്പൊ അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഓരോരോ പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോടൊപ്പം തന്നെ കവർ ചെയ്യണം. അപ്പൊ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററിയിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയും ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ്. പാസ്റ്റിനെ പറ്റിയുള്ള പഠനമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞു പോയ കാലത്തെ പറ്റിയുള്ള പഠനം. ഹിസ്റ്ററി ഈസ് ദി സ്റ്റഡി ഓഫ് പാസ്റ്റ് എന്നാ പറയുന്നത്. നമ്മൾ പറയും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നല്ലേ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ പഠനമാണ് എന്ത് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് എന്നാ പറയുന്നത്. അതായത് കഴിഞ്ഞു പോയ കാലഘട്ടം, കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ പഠനത്തെ പറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്, ഭൂതകാല സമസ്യയുടെ രേഖകൾ എന്നും വിലയിരുത്തപ്പെടാം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ എന്താ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ സമസ്യ എന്നറിയപ്പെടുന്നു. ഭൂതകാല സമസ്യയുടെ രേഖകളായിട്ടും ആരെ വിലയിരുത്തപ്പെടുന്നുണ്ട്, ഈ പറയുന്ന ചരിത്രത്തെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന നമ്മൾ പറഞ്ഞു ഇപ്പം നിലനിൽക്കുന്ന പ്രസന്റ്, ഈ പറയുന്ന ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്.
ദെൻ ഇനി വരാൻ പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം ഭൂതകാല സമസ്യയുടെ രേഖകൾ എന്ന് വിലയിരുത്തപ്പെടുന്നത് ആരെയാണ്? അത് ചരിത്രത്തെയാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏതൊരു ടോപ്പിക് നിങ്ങൾ എടുത്തോ, ആ ടോപ്പിക്കിനകത്തെല്ലാം ആ ടോപ്പിക്കിന്റെ വാക്ക്, ആ ടോപ്പിക്ക് വന്നത് ഏത് വാക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് വേർഡിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ. ഗ്രീക്ക് വേർഡായ ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. അപ്പൊ ഗ്രീക്ക് പദമായ ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ ഹെറോഡോട്ടസുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനം നമ്മൾ ധാരാളം കണ്ടന്റുകൾ പറയും. അതെല്ലാം മത്സര പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് എന്ത്? ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആ 3 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയ സ്കൂൾ ടെക്സ്റ്റും പഴയ സ്കൂൾ ടെക്സ്റ്റ്, അതായത് SCERTയിലെ പുതിയ കണ്ടന്റും പഴയ കണ്ടന്റും ക്രോഡീകരിക്കുമ്പം പ്രധാനപ്പെട്ട ഈ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്, ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ചരിത്രത്തിലേക്ക് എന്നറിയപ്പെടുന്ന ചാപ്റ്റർ. പഴയ SCERT സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. അപ്പൊ എന്താ ഈ ചരിത്രം എന്ന് പറയുന്നത്? SCERTയിൽ പറഞ്ഞേക്കുന്ന വസ്തുത അതേപോലെ തന്നെ പറയുകയാണ്. അതിനോടൊപ്പം തന്നെ അധ്യാപക സഹായിയിലെ കണ്ടന്റ് കൂടി ആവർത്തിച്ച് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നാമത്തെ വസ്തുത, മനുഷ്യൻ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. അപ്പൊ ഞാനും നിങ്ങളൊക്കെ മനുഷ്യനാണല്ലോ. ഈ മനുഷ്യൻ കാലങ്ങളായിട്ട് ഓരോ കാലഘട്ടങ്ങളിലും 1990-ൽ, 2010-ൽ, 2020-ൽ, 2025-ൽ അങ്ങനെ കാലാകാലങ്ങളായിട്ട് ആർജിച്ചൊരു പുരോഗതിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ആദിമ നിവാസികൾ എന്നാ പറയുന്നത്. ആദ്യകാലത്ത് ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ പൂർവികരായിട്ടുള്ള ആളുകൾ വനത്തിലാണ്, കാടുകളിലാണ് താമസിച്ചു എന്നാ പറയുന്നത്. വനവാസികളായിരുന്നു. അപ്പൊ കേരളത്തിൽ ആദിമ നിവാസികളെ അറിയപ്പെടുന്ന പേര് നെഗ്രിറ്റോയിഡ് എന്നാണ്. കേരളത്തിലെ നമ്മളെല്ലാവരും പറയുന്ന, നമ്മൾ ഓരോ വാക്കുകൾ പറയുമല്ലോ, ഞാന്, നിങ്ങള്, അല്ലെങ്കിൽ ഇന്ന ജാതി, ഇന്ന മതം എന്നൊക്കെ പറയുമല്ലോ. കേരളത്തിൽ ആദിമ നിവാസികളെ അറിയപ്പെടുന്ന പേര് നെഗ്രിറ്റോയിഡ് എന്ന. ഈ നെഗ്രിറ്റോയിഡിൽ നിന്നാണ് ഞാനും നിങ്ങളും എല്ലാം പരിണമിച്ചേക്കുന്നത്. അപ്പൊ ലോജിക്ക് ഇതാണ്, മനുഷ്യൻ കാലങ്ങളായിട്ട് ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. ഒരു പുരോഗതി പറയാവോ? മനുഷ്യൻ ഓരോ കാലഘട്ടങ്ങളിലും ആർജിച്ചതിൽ ഏറ്റവും ബേസായ ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ ഒന്ന് ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഒരു ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ്. നമ്മൾ പറയും തീയുടെ കണ്ടുപിടുത്തം ഈ മനുഷ്യൻ ഓരോ കാലഘട്ടങ്ങളിലും ആർജിച്ച പുരോഗതിയിലേക്ക് വഴിതെളിച്ച വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കണ്ടുപിടുത്തമല്ലേ. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന പുരോഗതിയെല്ലാം ഒരു കാലത്ത് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അതിനെ ചരിത്രം എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, പ്രാചീന കാലത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രാചീന കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ച എന്തിനു വേണ്ടി? ഉപകരണങ്ങൾ. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകരണങ്ങൾ ഉപയോഗിച്ചു, നാണയങ്ങൾ ഉപയോഗിച്ചു, പാത്രങ്ങള്, അവരുടെ ശേഷിപ്പുകള്, അതെല്ലാം എഴുതപ്പെട്ട രേഖകളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം ഈ പറയുന്ന ചരിത്ര രചനയെ സഹായിക്കുന്ന തെളിവുകളായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ പ്രാചീന കാലത്ത് ഈ മനുഷ്യൻ ഉപയോഗിച്ച ഉപകരണങ്ങളുണ്ട്, നാണയങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന നാണയങ്ങളെ പറ്റിയുള്ള പഠനമുണ്ട്. നാണയങ്ങളെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും. ന്യൂമിസ്മാറ്റിക്സ്. തെർമുലി മിനിസെൻസ് എന്നറിയപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. എന്തോ തെർമുലി മിനിസെൻസ് എന്ന് പറഞ്ഞാൽ? അതായത് പഴയകാല പാത്രങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന സാങ്കേതിക സംവിധാനത്തെ അറിയപ്പെടുന്നവരാണ് തെർമുലി മിനിസെൻസ് നമ്മൾ പറയും. അപ്പൊ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നാണയങ്ങളെ കുറിച്ചുള്ള പഠനമാണല്ലോ. അപ്പൊ പ്രാചീന കാലത്ത് ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ആദ്യകാല കാലത്ത് അല്ലെങ്കിൽ പ്രാചീന കാലത്ത് അവരുപയോഗിച്ച ഉപകരണങ്ങളായിക്കോട്ടെ, അവരുപയോഗിച്ച നാണയങ്ങളായിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, എഴുതപ്പെട്ട രേഖകൾ, ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. എഴുതപ്പെട്ട രേഖകൾ ഉൾപ്പെടെ ചരിത്ര രചനയെ സഹായിക്കുന്ന തെളിവുകളാണെന്നാണ് SCERT സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ചരിത്രത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ചരിത്ര കാലഘട്ടമെന്നും
ചരിത്രാതീത കാലഘട്ടവും. വീണ്ടും ആവർത്തിക്കുന്നു, ചരിത്ര കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ വേണ്ടത് ചരിത്രത്തെ പ്രധാനമായും രണ്ടായി തരംതിരിക്കുന്നു. കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ചരിത്രത്തെ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന്, എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടമാണ് ചരിത്ര കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പൊ ചരിത്രത്തെ പറ്റി അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു രേഖയുണ്ട്. അത് ചിലപ്പം ഗ്രന്ഥങ്ങളാകാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ടൈം ആയിക്കോട്ടെ. അപ്പൊ എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് ചരിത്ര കാലഘട്ടം. ഇനി ഈ പറയുന്ന എഴുതപ്പെടാത്ത കാലഘട്ടം എന്ന് പറഞ്ഞൊരു കാലഘട്ടമില്ല. കാരണം എഴുതപ്പെട്ട കാലത്തിന് മുമ്പുള്ള കാലം എന്ന് വെച്ചാൽ അന്നും എഴുത്തും സാങ്കേതിക ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, പക്ഷെ എഴുതപ്പെട്ട രേഖകളില്ലെന്നേ ഉള്ളൂ. രേഖകളില്ല, അതിനർത്ഥം എഴുതിയിട്ടില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്. ചരിത്രാതീത കാലഘട്ടം എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട കാലത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് നമ്മൾ ചരിത്രാതീത കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ആദ്യകാലത്ത് ഈ പറയുന്ന പേപ്പറോ മറ്റു ഗ്രന്ഥങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആദ്യകാലത്ത് ഗുഹയിലൊക്കെ ആളുകൾ, പ്രാചീന കാലത്തുള്ള താമസിച്ചിരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു? ഗുഹയിൽ ഈ പറയുന്ന മരത്തിൽ, വൃക്ഷങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന ലിപികളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചരിത്ര കാലഘട്ടമെന്നും ചരിത്രാതീത കാലഘട്ടമെന്നും രണ്ടായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മൾ പറയും, ഈ പറയുന്ന കാലഘട്ടത്തെ, ഒരു കാലത്തെ നമ്മൾ AD എന്നും BC എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. എന്താ ഈ AD എന്ന് പറഞ്ഞാൽ? AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനി എന്നല്ലേ? BC എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ ക്രൈസ്റ്റ് എന്ന. ഇപ്പോൾ പറയുന്നത് AD എന്നും BC എന്നും അല്ല. ഇപ്പോൾ ഈ പറയുന്ന AD യും BC യും യഥാക്രമം CE എന്നും BCE എന്നുമാണ് പ്രതിപാദിക്കുന്നത്. അതായത് CE എന്ന് പറഞ്ഞാൽ കോമൺ എറ, BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ. ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ AD യെയും BC യെയും തരംതിരിക്കുന്നത്. അപ്പൊ ഇത് സ്കൂൾ ടെക്സ്റ്റിൽ SCERT-യിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കാലഘട്ടത്തെ അല്ലെങ്കിൽ കാലത്തെ AD എന്നും BC എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നു. അതിനെ ഇപ്പോൾ യഥാക്രമം CE കോമൺ എറ, ദെൻ അല്ലെങ്കിൽ BCE ബിഫോർ കോമൺ എറ എന്നും പ്രതിപാദിക്കുന്നുണ്ട്. AD എന്ന് പറഞ്ഞാൽ അന്നോ ഡൊമിനി ആണ്, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ആണ്. ഇതൊക്കെ മുൻകാല വർഷ ചോദ്യങ്ങളാണ്, അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ SCERT ഒക്കെ കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ SCERT-യിലെ ഓരോ സ്കൂൾ ടെക്സ്റ്റും കവർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ സ്കൂൾ ടെക്സ്റ്റിലെ ചാപ്റ്റർ ഒരു തവണ വായിക്കും. ആ ചാപ്റ്റർ ഒരു തവണ വായിച്ചതിന് ശേഷം ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റുകൾ, ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റുകളൊക്കെയാണല്ലോ വായിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലാറ്റിൻ ഭാഷയിലുള്ള അന്നോ ഡൊമിനി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ലാറ്റിൻ ഭാഷയിലുള്ള അന്നോ ഡൊമിനി എന്ന പദത്തിന്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ്. ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത്, അതായത് യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. അന്നോ ഡൊമിനി എന്ന പദത്തിന്റെ അർത്ഥമായിട്ട് പറയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി നമ്മൾ ഈ പറഞ്ഞേക്കുന്നത് നമ്മൾ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക് ആണല്ലോ കവർ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട 3 വസ്തുത: ഒന്ന്, ചരിത്രത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് അത് ഗ്രീസ് ആണ്. ചരിത്രത്തിന്റെ ജന്മഭൂമി നമ്മൾ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമുകളുണ്ട്. ചരിത്രത്തിന്റെ ജന്മഭൂമി അല്ലെങ്കിൽ ചരിത്രത്തിന്റെ കളിസ്ഥലം, അല്ലെങ്കിൽ നമ്മൾ പറയും ക്രാഡിൽ ഓഫ് എന്ത് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് അത് ഗ്രീസ് ആണ്. ഗ്രീസുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കും നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കണ്ടന്റ്. അപ്പൊ ചരിത്രത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് അത് ഗ്രീസ് ആണ്. ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന പദരൂപം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹിസ്റ്റോറിയ. ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഹിസ്റ്റോറി എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തന്നെ അന്വേഷണം, അതല്ലെങ്കിൽ ഗവേഷണം എന്ന. അന്വേഷിക്കുക. അപ്പൊ പഴയ കാലത്തെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ പഴയ കാലഘട്ടത്തിന്റെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഹിസ്റ്റോറി എന്നറിയപ്പെടുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം അന്വേഷണം അല്ലെങ്കിൽ ഗവേഷണം എന്നാണ്. ഹിസ്റ്ററി എന്ന പദം രൂപം കൊണ്ടത് എവിടുന്നാണ്? ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണെന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ചരിത്രത്തിന്റെ പിതാവ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ഹെറോഡോട്ടസ് ആണല്ലോ. അങ്ങനെ ചരിത്രത്തിന്റെ പിതാവെന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിന്റെ പിതാവെന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിച്ചത് അത് സിസറോയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ചരിത്രത്തിന്റെ പിതാവ് ആരെന്ന് നിങ്ങളെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ പറയും അത് ഹെറോഡോട്ടസ് ആണ്. പക്ഷെ ഇങ്ങനൊരു ചോദ്യം വന്നാലോ? ചരിത്രത്തിന്റെ പിതാവെന്ന് ഹെറോഡോട്ടസിനെ വിശേഷിപ്പിച്ചത് അത് സിസറോയാണ്. ലോകത്തിൽ ആദ്യത്തെ ചരിത്ര കൃതിയായി
പരിഗണിക്കപ്പെടുന്നത് ഹിസ്റ്റോറിക്ക എന്ന പുസ്തകമാണ്. ലോകത്തിൽ ആദ്യത്തെ ചരിത്രകൃതി ഏതാണ്? ഹിസ്റ്റോറിക്ക. അത് എഴുതിയത് ഹെറോഡോട്ടസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക് പഠിക്കുമ്പോൾ SCERTയിലെ കണ്ടന്റും എല്ലാ കണ്ടന്റും നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മൾ വായിച്ച് എടുക്കുന്ന കണ്ടന്റ് ഇങ്ങനെയാണ്: ലോകത്തിൽ ആദ്യത്തെ ചരിത്രകൃതി എന്നറിയപ്പെടുന്നത് ഹിസ്റ്റോറിക്ക. ഈ ഹിസ്റ്റോറിക്ക എന്ന കൃതി എഴുതിയത് ഹെറോഡോട്ടസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ചരിത്രത്തെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് ഹിസ്റ്റോറിയോഗ്രാഫി. ചരിത്രത്തെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരെന്താ? ഹിസ്റ്റോറിയോഗ്രാഫി അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്നാണ് ചരിത്രത്തെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്നത്. അപ്പൊ ചരിത്രം എന്താണെന്ന് കിട്ടി. ആ ചരിത്രത്തെ കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേര് ഹിസ്റ്റോറിയോഗ്രാഫി എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനോടൊപ്പം ഇന്ന് റെഗുലർ ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ട കണ്ടന്റ് ഈ വീഡിയോ ക്ലാസ് കാണണം. ഇതിന്റെ PDF നോട്ട് പഠിക്കണം. രാവിലെ 5 മണിക്ക് പബ്ലിഷ് ചെയ്തേക്കുന്ന മൈക്രോ നോട്ട്സ് കമ്പൽസറി ആയിട്ടും വായിക്കണം. SCERTയിലെ 3 ചാപ്റ്റർ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ വർക്കൗട്ട് ബാച്ചിലും റെഗുലർ ബാച്ചിലും തന്നിട്ടുള്ള SCERTയിലെ 3 ചാപ്റ്റർ തന്നിട്ടുണ്ട്. ആ SCERTയിലെ 3 ചാപ്റ്റർ പഠിക്കണം. ദെൻ കറണ്ട് അഫേഴ്സ് ഇന്ന് തന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കണം. ഇന്ന് നിങ്ങളുടെ പാർട്ട് എയിൽ കൊടുത്തേക്കുന്ന റിനേസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഏരിയയിലെ PDF നോട്ടും അതിന്റെ ക്ലാസ്സും കൃത്യമായി കാണും. ഇത്രയാണ് ഇന്നത്തെ ഡേയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും നടക്കുന്ന പ്രോസസ്സാണ്. ഇങ്ങനെ എല്ലാ ദിവസവും പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ SCERT കവറാവും, നിങ്ങൾ അറിയാതെ തന്നെ കറണ്ട് അഫേഴ്സ് കവറാവും, നിങ്ങൾ അറിയാതെ തന്നെ റിനേസൻസ് കവറാവും, നിങ്ങൾ അറിയാതെ തന്നെ നമ്മുടെ സിലബസും തീരും. ഈ ട്രെൻഡിങ് ആണ് അല്ലെങ്കിൽ ഈ ഐഡിയ ആണ് നമ്മൾ റെഗുലർ ബാച്ചിലും വർക്കൗട്ട് ബാച്ചിലും ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം പഠിച്ച് ഈ ക്ലാസ് ഉൾപ്പെടെയുള്ള നോട്ട്സ് പഠിച്ച് ഇന്ന് രാത്രി 9 മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. റെഗുലർ എക്സാം ആണ്. ഇത് കൂടാതെ OMR എക്സാം ഉണ്ട്. അത് വീക്കിലി ബേസ്ഡ് ആയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇന്ന് പഠിക്കേണ്ടത് റെഗുലർ ബാച്ച്. ഓക്കെ. അപ്പം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ HSA സോഷ്യൽ സയൻസിലെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് 9072728242 നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോൾ വ്യക്തമായിട്ട് HSA സോഷ്യൽ സയൻസ് എന്ന് തന്നെ വ്യക്തമായിട്ട് എഴുതണം. അതിനുശേഷം നിങ്ങളുടെ പേര് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യാൻ സമയമായി. അപ്പൊ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണല്ലോ. ഇനി ആധുനിക ചരിത്രത്തിന്റെ പിതാവുണ്ട്. ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബിഷപ്പ് വില്യം സ്റ്റബ്സ് ആണ്. ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? അത് ബിഷപ്പ് വില്യം സ്റ്റബ്സ് ആണ്. ആധുനിക ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ലിയോപോൾ വോൺ റാങ്കയാണ്. ആധുനിക ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോപോൾ വോൺ റാങ്കെ. ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് തുസിഡൈസ് ആണ്. തുസിഡൈസ് ആണ് ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ്. അപ്പം ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെറോഡോട്ടസ് ആണ്. ആധുനിക ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബിഷപ്പ് വില്യം സ്റ്റബ്സ് ആണ്. ആധുനിക ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ലിയോപോൾ വോൺ റാങ്കെ ആണ്. ശാസ്ത്രീയ ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തൂസിഡൈസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഈ പറയുന്ന തൂസിഡൈസിന്റെ ഒരു കൃതിയുണ്ട്, ഫെലോപെനീഷ്യൻ യുദ്ധചരിത്രം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫെലോപെനീഷ്യൻ യുദ്ധചരിത്രം എന്ന കൃതി എഴുതിയത് അത് തൂസിഡൈസ് ആണ്. ലോക ചരിത്രത്തിന്റെ രഹസ്യം എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് ലിയോപോൾ വോൺ റാങ്കെ. ലോക ചരിത്രത്തിന്റെ രഹസ്യം എന്ന കൃതി എഴുതിയത് ലിയോപോൾ വോൺ റാങ്കെ ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അവിടെ ഞാൻ ഒരു വാക്ക് പറഞ്ഞു, ഹിസ്റ്റോറിയോഗ്രാഫി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താ? ആധുനിക ഹിസ്റ്റോറിയോഗ്രാഫിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോപോൾ വോൺ റാങ്കെ ആണല്ലോ. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം എന്തായി ഈ ഹിസ്റ്റോറിയോഗ്രാഫി? അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ചരിത്രത്തെക്കുറിച്ചുള്ള പഠനശാഖ അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തെ അറിയപ്പെടുന്ന പേരാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മൾ പറയുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ചരിത്രത്തെ പ്രധാനമായിട്ടും 3ആയി തരംതിരിക്കുന്നു. അതൊന്നും നമുക്ക് വേണ്ടാത്തതാണ്, എന്നിരുന്നാലും പറഞ്ഞു പോകുന്നു. ഒന്ന് പ്രീ ഹിസ്റ്ററി, മറ്റൊന്ന് പ്രോ ഹിസ്റ്ററി, മറ്റൊന്ന് ഹിസ്റ്റോറിക് പീരീഡ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹിസ്റ്റോറിക് പീരീഡ്, ചരിത്രകാലം. അത് നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇത്രയും പറഞ്ഞത് SCERT കണ്ടന്റ്, ഒരു ബേസ് ഫൗണ്ടേഷൻ മോഡൽ കണ്ടന്റ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സിലബസിലേക്ക് പോവാം. മീനിങ് ഓഫ് ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് പഠിക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റിലേക്ക് 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് പോകണം. ഒന്ന്, എന്തായി ചരിത്രം എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള
മനുഷ്യന്, ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ മാനവരാശിയുടെ ജീവിതത്തിലെ അതുല്യമായ സംഭവങ്ങളുടെ രേഖയാണ് ചരിത്രം. അപ്പൊ ഇതൊരു രേഖയാണ്, സംഭവങ്ങൾ, നടന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞേ ഹിസ്റ്ററി ഈസ് ദി പാസ്റ്റ് എന്ന് പറയുന്നു. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ്, നടന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ നേരത്തെ നടന്നതെന്നല്ല പറഞ്ഞേക്കുന്നത്, മറിച്ച് ഇപ്പോൾ നടക്കുന്ന കാര്യം, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രസന്റ്, നമ്മൾ ഈ കാണുന്ന ഹിസ്റ്ററി ആയിക്കോട്ടെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ, അത് പിന്നീട് എന്തായിട്ട് മാറും? അത് ചരിത്രമായിട്ട് മാറും. അപ്പൊ മാനവരാശിയുടെ ജീവിതത്തിലെ അതുല്യമായ സംഭവങ്ങളുടെ രേഖയാണ് ചരിത്രം എന്ന് പറയുന്നത്. അടുത്തത്, മാനവരാശിയുടെ പുരോഗതി രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ചരിത്രമെന്നാണ് പല ചിന്തകന്മാരും പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഹിസ്റ്റോറിക്ക എന്ന പുസ്തകത്തിലെ പ്രത്യേകത. ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതിയാണല്ലോ ഹിസ്റ്റോറിക്ക. ഹിസ്റ്റോറിക്ക എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം അത് ഗ്രീക്കുകാരും പേർഷ്യന്മാരുമായിട്ടുള്ള നിരന്തര യുദ്ധമാണ്. ഹിസ്റ്റോറിക്ക എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം, അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന ചരിത്രത്തെ പറ്റി ഓരോ പ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രീയ ചിന്തകരും ഈ പറഞ്ഞ ചരിത്ര ചിന്തകരും പറഞ്ഞ വാക്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ഡെഫിനിഷൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അരിസ്റ്റോട്ടിൽ പറഞ്ഞൊരു വാക്യമുണ്ട്. അതായത് ചരിത്രത്തെ പറ്റി അദ്ദേഹം കൊടുത്ത, ചരിത്രത്തിന് അദ്ദേഹം നൽകിയ നിർവചനം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഭൂതകാലത്തിന്റെ വിവരണം എന്ന് ചരിത്രത്തെ പറ്റി പറഞ്ഞത് അത് അരിസ്റ്റോട്ടിലാണ്. ദെൻ മനുഷ്യ സ്വാതന്ത്ര്യം അനാവരണം ചെയ്ത കഥയാണ് ചരിത്രം എന്ന് ചരിത്രത്തെ പറ്റി ഡിഫൈൻ ചെയ്തത് ആക്ടൻ പ്രഫു ആണ്. അപ്പൊ മാറ്റമില്ലാത്ത ഭൂതകാലത്തിന്റെ വിവരണം എന്ന ചരിത്രത്തെ പറ്റി ഡെഫിനിഷൻ തന്നത് അരിസ്റ്റോട്ടിലാണ്. മനുഷ്യ സ്വാതന്ത്ര്യം അനാവരണം ചെയ്ത കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് അത് ആക്ടൻ പ്രഫു ആണ്. അടുത്തത്, മനുഷ്യ പുരോഗതിയുടെ അളവുകോലാണ് ചരിത്രം എന്ന് പറഞ്ഞത് ആരാ? അത് ടെർഗോഡാണ്. ടെർഗോഡാണ് മനുഷ്യ പുരോഗതിയുടെ അളവുകോലാണ് ചരിത്രം എന്ന് പറഞ്ഞത്. അപ്പൊ മാറ്റമില്ലാത്ത ഭൂതകാലത്തിന്റെ വിവരണം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ, മനുഷ്യ സ്വാതന്ത്ര്യം അനാവരണം ചെയ്ത കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് ആക്ടൻ പ്രഫു, മനുഷ്യ പുരോഗതിയുടെ അളവുകോലാണ് ചരിത്രം എന്ന് പറഞ്ഞത് അത് ടെർഗോഡാണ്. അടുത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട മുൻകാല വർഷ ചോദ്യസാധ്യത കൂടുതലായിട്ടുള്ള കണ്ടന്റിലേക്ക് ഇനി വരുന്നു. കൂടുതലോ കുറവോ അല്ലാത്ത ശാസ്ത്രം തന്നെയാണ് ചരിത്രം. കൂടുതലോ കുറവോ അല്ലാത്ത ശാസ്ത്രം തന്നെയാണ് ചരിത്രം എന്ന് പറഞ്ഞത് അത് ബെറിയാണ് പറഞ്ഞത്. അതൊന്ന് ഓർത്തു വെക്കണം. വേറെ ഒന്നുമില്ല, നമ്മൾ സ്ട്രോബെറി ഒക്കെ കഴിക്കത്തില്ലേ? അപ്പൊ ഇത് ഇത്രയും ഡെഫിനേഷനൊക്കെ പഠിക്കുമ്പം പരീക്ഷകൾ കയറുമ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ കിട്ടണമല്ലോ, അതിനുവേണ്ടി പറയുന്നു. സ്ട്രോബെറി കൂടുതലോ കഴിക്കണ്ട, കുറവോ കഴിക്കണ്ട. ഇതൊരു ലോജിക്കായിട്ട് ഓർത്തു വെച്ചാൽ മതി. അവ കൂടുതലോ കുറവോ അല്ലാത്ത ശാസ്ത്രം തന്നെയാണ് ചരിത്രം എന്ന് ചരിത്രത്തെ പറ്റി പറഞ്ഞത് അത് ബെറിയാണ്. അടുത്തത്, BH കാർ പറഞ്ഞൊരു വാക്യമുണ്ട്. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞത് അത് BH കാർ. അതും പഠിക്കാൻ എളുപ്പം. ഞാനും നിങ്ങളും ഒക്കെ ഈ HSA മത്സര പരീക്ഷയൊക്കെ എഴുതി ആദ്യം 1ാം റാങ്ക് 2ാം റാങ്ക് ഒക്കെ മേടിച്ചിട്ട് കാറിൽ എല്ലാ കുടുംബത്തിലുള്ള മുഴുവൻ റിലേറ്റീവ്സിനെ ഒക്കെ വിളിച്ചുകൊണ്ടൊരു ഫംഗ്ഷന് വേണ്ടി അല്ലെങ്കിൽ പുറത്തേക്ക് സന്തോഷത്തോടുകൂടി പോവാണെന്നിരിക്കട്ടെ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വർത്തമാനം പറയാൻ കാണത്തില്ലേ? ആ ഒരു വർത്തമാനം എന്ന് പറഞ്ഞാൽ ഒരു സംഭാഷണമായിരിക്കത്തില്ലേ? അത് കാറിലാണ് നമ്മൾ പോകുന്നത് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണം. നിലയ്ക്കത്തില്ല. കാരണം എന്താ? HSAക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു, HSAക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചു, രാവിലെ എണീറ്റു, ഉറക്കം എല്ലാം കളഞ്ഞു, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി നമ്മൾ പഠിച്ചു. ഇതെല്ലാം നിലയ്ക്കുവോ? ഒരിക്കലും ഇല്ല. അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമായിട്ട് മാറും. ഇപ്പൊ വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞത് അത് BH കാർ ആണ് പറഞ്ഞത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം എന്ന് പറഞ്ഞത് വോൾട്ടേർ. അപ്പൊ ചരിത്രത്തെ പറ്റി മരിച്ചവരുടെ മേൽ, സത്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരാൾ മരിച്ചെന്നിരിക്കട്ടെ. മഹാത്മാഗാന്ധി മരിച്ചിട്ടുണ്ടല്ലോ. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട്, ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും മരിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ മരിച്ചവരുടെ മുന്നിൽ മരിച്ചവരുടെ മേലിൽ നമ്മൾ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? ചരിത്രത്തെ പറ്റി പറയാം. കാരണം എന്താ? അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. അത് ആരും ആയിക്കോട്ടെ, X or Y ആരും ആയിക്കോട്ടെ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി എന്ത് ചരിത്രവും പറയാം. അപ്പൊ മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രമെന്ന് ആര് പറഞ്ഞു?
അത് വോൾട്ടയർ പറഞ്ഞു. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് ജോൺ സീലി പറഞ്ഞത് ഇങ്ങനെയാണ്: ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ്. അപ്പൊ ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് എന്ന് പറഞ്ഞത് അത് ജോൺ സീലിയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ടത് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞ വാക്യം ഇങ്ങനെയാ: മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം. കാരണം ആദ്യകാലത്ത് ആദിമ നിവാസികളായിട്ടുള്ള മനുഷ്യര് പിന്നീട് ചക്രം കണ്ടുപിടിക്കുന്നു, പിന്നീട് തീ കണ്ടുപിടിക്കുന്നു. അത് പറഞ്ഞ മനുഷ്യനിൽ കാലാകാലങ്ങളായിട്ടുള്ള മാറ്റത്തിലൂടെ അവൻ ഇന്ന് കാണപ്പെടുന്ന വിവേകമുള്ള മനുഷ്യനായിട്ട് മാറിയെങ്കിൽ ആ മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഓരോ കാലഘട്ടത്തിലും അവനെ മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വിവേകമാണ്. മനുഷ്യനെ വിവേകമുള്ളവൻ ആക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് ചരിത്രത്തെ പറ്റി പറഞ്ഞത് ഫ്രാൻസിസ് ബേക്കൺ ആണ്. അടുത്തത് ചരിത്രം ഉദാഹരണങ്ങളിലൂടെയുള്ള തത്വശാസ്ത്ര അധ്യാപനമാണ് എന്ന് പറഞ്ഞത് ഡയോനീഷ്യസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിലിരിക്കുന്ന പഠിതാവ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടി അതാരും ആയിക്കോട്ടെ, നിങ്ങൾ HSA മത്സര പരീക്ഷ എഴുതി അല്ലെങ്കിൽ HSC സോഷ്യൽ സയൻസിന്റെ മത്സര പരീക്ഷ റാങ്ക് ലിസ്റ്റ് വന്നു, ആദ്യ റാങ്ക് നിങ്ങൾക്ക്, രണ്ടാം റാങ്ക് നിങ്ങൾക്ക്, മൂന്നാം റാങ്ക് നിങ്ങൾക്ക്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോവുക. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുന്നിലുള്ള പഠിതാവിനോട് നിങ്ങൾ ചരിത്രം എന്ത് ചെയ്യുക? ഉദാഹരണങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? ചരിത്രത്തിൽ ഇന്ന ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ചരിത്രം എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങളിലൂടെയുള്ള തത്വശാസ്ത്ര അധ്യാപനമാണ് എന്ന് പറഞ്ഞത് അത് ഡയോനീഷ്യസ് ആണ്. അടുത്തത് തൂസിഡൈസ് പറഞ്ഞൊരു വാക്യമുണ്ട്. അദ്ദേഹം ചരിത്രത്തെ പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്: തെളിവുകളെ ആശ്രയിച്ചായിരിക്കണം ചരിത്ര രചന എന്ന് പറയുന്നത്. അപ്പൊ ചരിത്ര രചന ഒരിക്കലും ഒരു ഇമാജിനറി അല്ല, സാങ്കല്പികമല്ല. തെളിവുകളെ, ഫാക്റ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം, തെളിവുകളെ ആശ്രയിച്ചായിരിക്കണം ചരിത്ര രചന എന്ന് അഭിപ്രായപ്പെട്ടത് അത് തൂസിഡൈസ് ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹെറോഡോട്ടസ് പറഞ്ഞ ഒരു വാക്യമാണ്: ഹിസ്റ്ററി ആസ് ദി റെക്കോർഡ് ഓഫ് ദി റിസൾട്ട് ഓഫ് എൻക്വയറീസ് ഇൻ ടു വാട്ട് മെൻ ഹാഡ് ഡൺ ആൻഡ് അച്ചീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മനുഷ്യൻ അവൻ ചെയ്ത അന്വേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവന്റെ നേട്ടങ്ങളുടെയും ഒരു രേഖയാണ് ചരിത്രം എന്ന് പറഞ്ഞത് അത് ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹിസ്റ്റോറിക്ക എന്ന പുസ്തകം എഴുതിയത് ഹെറോഡോട്ടസ് ആണ്. അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഉദാഹരണങ്ങളിലൂടെ പഠനവിധേയമാക്കേണ്ട ഒരു പ്രധാന ദർശനമാണ് ചരിത്രം എന്ന് പറഞ്ഞത് ഡൈനീഷ്യസ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് തൂസിഡൈസ് വീണ്ടും പറയുന്നു: ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം. ഓർമ്മിക്കപ്പെടേണ്ട വസ്തുക്കളുടെ സമാഹാരമാണ് ചരിത്രം എന്ന് പറഞ്ഞത് അത് തൂസിഡൈസ് ആണ്. ഇനി 2022 HSA സോഷ്യൽ സയൻസിൽ പറഞ്ഞേക്കുന്ന ചോദ്യം ഇങ്ങനെയാ താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോഴേ നിങ്ങളോട് പറഞ്ഞത് ഇതാണ്. അത് നിങ്ങൾ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലയുമായി അല്ലെങ്കിൽ കാർലലുമായി ബന്ധമുള്ളത് ഏതാണ് എന്ന ചോദ്യം ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി. ലോക ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് എന്ന് പറഞ്ഞത് അത് തോമസ് കാർലലാണ്. നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിലബസിൽ വളരെ വ്യക്തമായി തരുന്നുണ്ട് ലോക ചരിത്രത്തെ പറ്റിയുള്ള കണ്ടന്റ്. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി, മഹാന്മാരെ പറ്റിയുള്ള കണ്ടന്റ് പഠിക്കണം. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെ പറ്റി പഠിക്കണം. അപ്പൊ അതെല്ലാം നമ്മുടെ സിലബസിലുണ്ട്. അപ്പം തോമസ് കാർലൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ലോക ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണെന്ന് പറഞ്ഞത് തോമസ് കാർലലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ചരിത്രത്തെ പറ്റി പറഞ്ഞ കുറച്ച് വാക്യങ്ങളുണ്ട്. അതിലൊന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പരാമർശത്തെ പറ്റിയാണ് പറയുന്നത്. ചരിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എങ്ങനെയാ? ചരിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ്. അദ്ദേഹം 1961 ന്യൂഡൽഹി, ഇപ്പോഴത്തെ ന്യൂഡൽഹി, ആദ്യകാലത്ത് ദില്ലിക എന്നും ഇന്ദ്രപ്രസ്ഥ എന്നൊക്കെ അറിയപ്പെട്ട ഡൽഹിയിൽ 1961 ഏഷ്യൻ ഹിസ്റ്ററി കോൺഗ്രസിന്റെ ഉദ്ഘാടന വേളയിലാണ് അദ്ദേഹം ഇങ്ങനെ പരാമർശിക്കുന്നത്: ചരിത്രം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ നാടകമാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു ഈ പറയുന്ന ചരിത്രത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രകൃതിക്കും ഘടകങ്ങൾക്കുമെതിരെ യുഗങ്ങളിലൂടെയുള്ള മനുഷ്യന്റെ പോരാട്ടത്തിന്റെ കഥയാണ് ചരിത്രം. വന്യമൃഗങ്ങൾക്കും കാടുകൾക്കും അവനെ താഴ്ത്താനും സ്വന്തം നേട്ടത്തിനായി അവനെ ചൂഷണം ചെയ്യാനും ശ്രമിച്ച സ്വന്തം ഇനത്തിൽപ്പെട്ട ചിലർക്കെതിരെ എന്ന് ചരിത്രത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് അത് ജവഹർലാൽ നെഹ്റു ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം.
അടുത്ത 2016 HSA മത്സര പരീക്ഷയുടെ ചോദ്യം ഇതാണ്: യുഗ പരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം. ഈ നിർവചനം ചരിത്രത്തിന് നൽകിയ പണ്ഡിതനാരാണ്? യുഗ പരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് ഈ ചരിത്രത്തിന് നിർവചനം നൽകിയ പണ്ഡിതൻ. ഓപ്ഷൻ എ അർണോൾഡ് ടോയൻബി, ഓപ്ഷൻ ബി വിൽ ഡ്യൂറന്റ്, ഓപ്ഷൻ സി എഡ്മണ്ട് ബർക്ക്, ഓപ്ഷൻ ഡി കാർലൈൻ. നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ പറഞ്ഞേ. കാർലൈൻ ആണോ, എഡ്മണ്ട് ബർക്ക് ആണോ, വിൽ ഡ്യൂറന്റ് ആണോ, അത് അർണോൾഡ് ടോയൻബി ആണോ? ആൻസർ ആയിട്ട് വരേണ്ടത് വിൽ ഡ്യൂറന്റ് ആണ്. വിൽ ഡ്യൂറന്റ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. യുഗ പരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത്, എന്ന് ചരിത്രത്തെ പറ്റി ഡെഫിനിഷൻ പറഞ്ഞത് വിൽ ഡ്യൂറന്റ് ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് ഇന്ന് നമ്മൾ പോകുന്നത്. ഈ പറയുന്ന വിൽ ഡ്യൂറന്റിനെ പറ്റി നമ്മൾ പറയും, ഈ പറയുന്ന അർണോൾഡ് ടോയൻബിയെ പറ്റി നമ്മൾ പറയും, എഡ്മണ്ട് ബർക്കിനെ പറ്റി നമ്മൾ പറയും, കാർലൈനിനെ പറ്റി പറയും. അപ്പൊ അതിൽ കാർലൈനുമായി ബന്ധപ്പെട്ട്, തോമസ് കാർലൈനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ യുഗ പരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന നിർവചനം ഈ ചരിത്രത്തെ പറ്റി പറഞ്ഞതാരാണ്? അത് വിൽ ഡ്യൂറന്റ് ആണ്. അപ്പൊ വിൽ ഡ്യൂറന്റിനെ പറ്റിയുള്ള കണ്ടന്റ് കിട്ടിയല്ലോ. ഇനി പ്രധാനപ്പെട്ട ഈ പറയുന്ന ചരിത്രത്തെ പറ്റി ഡെഫിനേഷൻ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുണ്ട്. ഒന്ന് റാപ്സണും മറ്റൊന്ന് സ്മിത്തും. അതിലൊന്ന് റാപ്സൺ പറഞ്ഞത് സംഭവങ്ങളുടെ ഗതിയുടെയോ ആശയങ്ങളുടെ പുരോഗതിയുടെയോ സംബന്ധിച്ച വിവരണമാണ് ചരിത്രമെന്ന് പറഞ്ഞത് റാപ്സൺ ആണ്. സ്മിത്ത് പറഞ്ഞത് എങ്ങനെയാണ്? ചരിത്രത്തിന്റെ മൂല്യവും താല്പര്യവും ഭൂതകാലത്താൽ വർത്തമാനകാലത്തെ പ്രകാശിപ്പിക്കുന്ന അളവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് സ്മിത്താണ്. അതിൽ പ്രധാനപ്പെട്ട 2022 2016 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു ഡെഫിനേഷൻ ഓഫ് ഹിസ്റ്ററി എങ്ങനെയാണ്. ഡെഫിനേഷൻ ഓഫ് ഹിസ്റ്ററി പഠിക്കുമ്പം അതിലെ പ്രധാനപ്പെട്ട ചിന്തകരെ പറ്റി നമ്മൾ പറയും. അപ്പോൾ ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ആത്മാർത്ഥമായിട്ട് പഠിക്കുക. അറിയാമല്ലോ, ഇന്ന് പഠിക്കേണ്ട മെറ്റീരിയൽസ് അറിയാം, ഇന്ന് പഠിക്കേണ്ട ഏരിയ അറിയാം. അത് കൃത്യമായിട്ട് വായിക്കുക, റിവൈസ് ചെയ്യുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും പ്രത്യേകിച്ച് HSA സോഷ്യൽ സയൻസിൽ ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.